എല്ലാ ക്ലീനിങ്ങും പ്രാണനിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈ കഴുകുന്നതെല്ലാം ഇപ്പോൾ മെർക്കുറി കൊണ്ടൊന്നും നമുക്ക് കൈ കഴുകാൻ പറ്റും. ഈ പറഞ്ഞ ഈ 5 ബോഡി കൊണ്ടും ക്ലീനിങ് നടക്കത്തില്ല. ക്ലീനിങ് നടത്തുന്നത് പ്രാണൻ മാത്രമാണ്. വൃക്ഷത്തിന്റെ 2 വേരുകൾ ഭദ്രകാളിയുടെ കാലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ കാല് ആ വേരയിൽ തടയി. എനിക്ക് വേരായിട്ടല്ല തോന്നുന്നത്, ഭദ്രകാളിയുടെ കാലായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിക്സഡ് ടൈം, നമ്മുടെ എല്ലാം മൈൻഡ് ഒരേ താളത്തിൽ പോകുമ്പോൾ മാത്രമേ ഒരു ഫിക്സഡ് ടൈം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയുടെ ഫിക്സഡ് ടൈം പറയാൻ പറ്റില്ല. ഈ മൈൻഡിന്റെ താളത്തിൽ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആളിന്റെ മൈൻഡിന്റെ താളത്തിലല്ല, ആ ക്ലോക്കിന്റെ താളത്തിലല്ല. മരിച്ച ആൾക്ക് ആ ക്ലോക്കില്ല. നമ്മൾ ആകെപ്പാടെ മെഷർ ചെയ്യുന്നത് അന്നമയകോശത്തെ മാത്രമാണ്. മറ്റതിന് പലതിനും പല ഹൈറ്റും, ചിലത് ചെറുതായിരിക്കും. നമുക്കെല്ലാം ജനറലായിട്ട് കിട്ടുന്നത് ഫിസിക്കൽ ലെവൽ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. ഫിസിക്കൽ ലെവൽ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ചിലരുടെ ഫിസിക്കൽ ലെവൽ ആയിരിക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഈ പ്രാണനെ അറിയാൻ വേണ്ടിയിട്ടാണോ ഈ യോഗയും പ്രാണായാമവും മറ്റ് ടെക്നിക്കുകളും എല്ലാം ഉള്ളത്? പ്രാണനെ മാത്രം അറിയാൻ വേണ്ടിയല്ല. പ്രാണമയ കോശത്തെ, മനോമയ കോശത്തെ വരെ നമുക്കറിയാൻ പറ്റൂ. പ്രാണമയ കോശവും മനോമയ കോശവും അറിയാൻ പറ്റുള്ളൂ. വിജ്ഞാനം ആനന്ദം ബ്രഹ്മമാണെന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് വേറൊരാളുടെ കയ്യിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. വിജ്ഞാനമാണ്. ഇതിനൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും. ഈ വിജ്ഞാനകോശത്തെയും ആനന്ദമയ കോശത്തെയും ക്ലീൻ ആക്കാൻ പറ്റും നമ്മളുടെ സാധനാഗുണം കൊണ്ട്. അതും പ്രാണനാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. എല്ലാ ക്ലീനിങ്ങും പ്രാണനിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈ കഴുകുന്നതെല്ലാം ഇപ്പോൾ മെർക്കുറി കൊണ്ടൊന്നും നമുക്ക് കൈ കഴുകാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലമെന്റ്, ലിക്വിഡായിട്ടുള്ള ഒരു എലമെന്റ്, ആവണക്കെണ്ണ കൊണ്ടുവന്ന് നമുക്ക് കൈ കഴുകി വൃത്തിയാക്കാൻ പറ്റുമോ? വെളിച്ചെണ്ണ കൊണ്ടും പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഈ 5 ബോഡി കൊണ്ടും ക്ലീനിങ് നടക്കത്തില്ല. ക്ലീനിങ് നടത്തുന്നത് പ്രാണൻ മാത്രമാണ്. അതുകൊണ്ട് അതാണ് പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. അനേകതരം പ്രാണായാമങ്ങളുണ്ട്. ആ അനേകതരം പ്രാണായാമത്തിൽ ഉത്തമമായ ഗുരു പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് സ്വയമേവ വായിച്ച് കിട്ടുന്നതുമായ പ്രാണായാമങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാണൻ ശുദ്ധമായാൽ പ്രാണൻ തൊട്ടടുത്തുള്ളവയെ ശുദ്ധമാകും. 1 ശരീരത്തെ അന്നമയകോശത്തെയും, 2 തൊട്ടടുത്ത് ഇപ്പുറത്ത് വഹിക്കുന്ന മനോമയകോശത്തെയും. പക്ഷെ ഒരു മനുഷ്യൻ എത്രത്തോളം ശ്വാസം എടുക്കുന്നു അത്രത്തോളം അയാളുടെ ആയുസ് കുറയുകയാണ് എന്ന് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് നമ്മൾ കൂടുതൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസപ്രകാരം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇത്ര ശ്വാസം എടുത്തിട്ട് മരിക്കട്ടെ എന്നൊരു വിധിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്ര ശ്വാസം, അതായത് ഒരാൾ എത്രയോ കോടി ശ്വാസം കഴിയുമ്പോൾ അയാൾ മരിക്കും. അപ്പോൾ ഒരു വർഷമല്ലല്ലോ ഈ ലെവലിലൊന്നും അറിയപ്പെടുന്നത്. വർഷമില്ലല്ലോ അവിടെ നിന്ന്. ഈ ലെവലിലെങ്കിലും വർഷമില്ല. ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞു, ഒരു മറ്റേ നമ്മുടെ ദേവിയുടെ കാലിൻ്റെ അവിടെ ഞാൻ പോയിരുന്ന് തിരുമ്മി കൊടുത്തു എന്ന്. അപ്പോൾ ഞാൻ ഏതാണ്ട് 5 മിനിറ്റേ തിരുമ്മിയുള്ളൂ. പക്ഷേ എന്നെ കാത്തു നിൽക്കുന്നവർക്ക് ഇടയിൽ 2-3 മണിക്കൂർ കഴിഞ്ഞു. അതെങ്ങനെയായിരുന്നു? അതാ അറിയാൻ വയ്യാത്തത്. ഇത് എനിക്ക് പലപ്പോഴും അത് എങ്ങനെയായിരുന്നു ആ ഒരു വിഷയം? അത് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല. അതായത് ഞാൻ ഹരിദ്വാറിൽ പോകുന്നു. ഹരിദ്വാറിൽ പോയപ്പോൾ അവിടെ ഒരു സിദ്ധക്ഷേത്രമുണ്ട്, ചണ്ഡികേശ്വരി എന്നോ മറ്റോ അതിൻ്റെ പേര്. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ അവിടെ പോകാറില്ല. ഞാനൊരു 10-15 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഹരിദ്വാറിലുള്ള ക്ഷേത്രത്തിലെങ്കിലും പോകാറില്ല. അപ്പോൾ അന്ന് ആ പ്രാവശ്യം എൻ്റെ കൂടെ വന്നവർ 10-25 പേരുണ്ട്. അപ്പോൾ കൊണ്ടുപോയ ആൾ പറഞ്ഞു, 1-2 പ്രാവശ്യം ഞാൻ സാറിനെയും കൊണ്ടുവന്നു, ഇതുവരെ ഞങ്ങളുടെ കൂടെ വന്നില്ല ഹരിദ്വാർ കാണാൻ, ഈ പ്രാവശ്യം വന്നേ പറ്റുള്ളൂ. ശരി, നിർബന്ധമാണെങ്കിൽ വരാം. സാധാരണ ഞാൻ ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ തിരുമേനിയായിട്ട് അവിടെ കുത്തിയിരുന്ന്, ഈ പോകുന്ന സമയത്ത് കുത്തിയിരുന്ന് ഓരോ കാര്യങ്ങളും കഴിഞ്ഞ വർഷം നടന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുക സാധാരണ പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പോയി. അപ്പോൾ പോയി കഴിഞ്ഞ് ഈ സിദ്ധക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭയങ്കര തിരക്കാണ്, അതിഭയങ്കര തിരക്കാണ്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്താണ് കയറുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു. കയറിക്കഴിഞ്ഞ് ഞാൻ ദേവിയെ പോയി, ഞാൻ സാധാരണ പോയി ഇങ്ങനെ നോക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. നോക്കി ഞാനങ്ങ് മാറുകയേ ചെയ്യാറുള്ളൂ. ഓരോ ക്ഷേത്രത്തിലും കാര്യമായി തൊഴാറില്ല. ഒരു അഹങ്കാരമെന്ന് വിചാരിക്കരുത്. എന്തോ എനിക്കൊരു മൈൻഡിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും എൻ്റെ മൈൻഡിൽ അത് നിന്നു പോയതാണ്, അങ്ങനെ തൊഴുന്നത് ബുദ്ധിമുട്ടായിട്ട്. അതുകൊണ്ട് എങ്ങും ഇങ്ങനെ നോക്കും, ഞാനങ്ങ് പോകും, ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ വന്നവർ അങ്ങനെയല്ലല്ലോ. കുറേ നേരം അവിടെ നിന്ന്, എത്ര നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ തൊഴണം എന്ന്
വെപ്രാളം കൂട്ടിയാ ബാക്കി എല്ലാവരും വരുന്നത്. അപ്പോൾ അവരെല്ലാം ഇത് ഞാനിങ്ങനെ നോക്കി കണ്ടു. മാറിയപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ഇങ്ങനെ കാല് പിണച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതേലെല്ലാം ചരടുകൾ, നമ്മുടെ ഈ കയ്യേൽ ചരട് കെട്ടുന്ന പോലുള്ള ചുമന്ന ചരടുകൾ കെട്ടിയിരിക്കുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഒരു ചരട് മേടിച്ച് കെട്ടാം എന്ന് വിചാരിച്ചിട്ട് തൊട്ടപ്പുറത്ത് അവരുടെ ദേവസ്ഥൻ്റെ കയ്യിൽ നിന്ന് തന്നെ 5 രൂപയ്ക്ക് മറ്റോ ചരട് മേടിച്ചു. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഞാനിങ്ങനെ പിടിച്ചിട്ട് ആ ചരട് അതിലോട്ട് കെട്ടാൻ അതിനു വേണ്ടി ടൈം എടുത്തില്ല. അപ്പോൾ കെട്ടിയപ്പോൾ അത് ഇങ്ങനെ കാല് പോലെ ഇരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇത് കാലായിട്ട് മാറി. ഭദ്രകാളിയുടെ കാലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ആളിന്റെ രണ്ട് ആളല്ല വൃക്ഷത്തിന്റെ 2 വേരുകൾ ഭദ്രകാളിയുടെ കാലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മുമ്പ് ഒരു ഇല്യൂഷൻ, വേറെ കാര്യമൊന്നുമില്ല. യഥാർത്ഥമുള്ളതിനെ മാറിക്കാണുന്നതിനെ ഇല്യൂഷൻ ഹാലൂസിനേഷൻ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവിച്ചത്. അതിന് വേറെ മറ്റേ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. വൃക്ഷത്തിന്റെ കാല് തന്നെ. പക്ഷെ എനിക്ക് അന്നേരം ഭദ്രകാളിയുടെ ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ മൈൻഡ് തന്നെ പറയുന്നു ഒന്ന് തടയി കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പതുക്കെ കാല് ആ വേരയിൽ എനിക്ക് വേരായിട്ടല്ല തോന്നുന്നത്, ഭദ്രകാളിയുടെ കാലായിട്ടാണ് തോന്നുന്നത്. ഞാൻ തടയി കൊടുത്ത് ഒരു 2 മിനിറ്റ്, എൻ്റെ ബോധത്തിൽ 2 മിനിറ്റ് 3 മിനിറ്റ് തടയിയപ്പോൾ എന്നെ തിരക്കിയാണെന്ന് മനസ്സിലാകുന്നില്ല. പല പ്രാവശ്യം എൻ്റെ കൂടെ വന്നവരിങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ സാധാരണ ചുറ്റുള്ളതല്ലേ, അങ്ങനെ ചുറ്റുന്നതാകും, അവർ ചുറ്റട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ ആകെ ഒരു 2-3 നിമിഷം ഞാൻ അവിടെ ഇരുന്ന ശേഷം ഞാൻ അവിടെ നിന്നിച്ച് എൻ്റെ കൂടെ വന്നവരെ തിരക്കി അങ്ങോട്ട് പോയപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ ഇവരെല്ലാം പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞു എന്നെ കാണാതായിട്ട്. ഇവരെന്നെ ചുറ്റിയാണ് ഈ പോകുന്നത് മുഴുവൻ. പക്ഷേ എന്നെ അവർ കാണുന്നില്ല, ഞാൻ കാണുന്നുമുണ്ട്. അവരുടെ അതിൻ്റെ ടൈമിങ്ങിൻ്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത്. അമ്പലം ചുറ്റി വരാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. ഈ 15 മിനിറ്റ് എനിക്ക് അമ്പലം നമ്മൾ ചെറിയൊരു അമ്പലത്തിന് ചുറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ചുറ്റി വന്ന്, പക്ഷേ അവർ ചുറ്റിയതല്ല, എന്നെ തിരക്കിയതാണ്. അവിടുന്ന് താപ്പോട്ടിറങ്ങാൻ എന്താ പറയുക, ഈ സ്റ്റെപ്പല്ല, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആധുനിക സൗകര്യം ഉണ്ടല്ലോ, അതിന് എന്താ പറയുക, ഈ എയറോഡ്രോമിലൊക്കെ ഉള്ള എലിവേറ്റർ പോലുള്ള വലിയ എലിവേറ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ വിട്ടുപോകും. അതിനവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇപ്പം ഞാൻ ചെല്ലുന്ന കണ്ടിട്ട് ഇവർ ഈ കൊണ്ടുവന്ന ആള് എന്നോട് ചൂടാകേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ താമസിച്ചിട്ടില്ല, 2-3 മിനിറ്റേ താമസിച്ചിട്ടുള്ളൂ. പക്ഷെ അയാളങ്ങ് ചൂടാകുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞങ്ങൾ 2 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു, 2 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു, സാറിനെ കാണുന്നില്ല. ഞങ്ങൾ അമ്പലത്തിൽ ചുറ്റും ഓടി നടക്കുക, അത് ഞാൻ കാണുന്നുണ്ട്. എവിടെ ഇരിക്കുകയായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുകയല്ലേ, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു അതിശയകരമായ കാര്യമാണ്. ഞാൻ അവരെ കാണുന്നുണ്ട്, അവരെന്നെ കാണുന്നില്ല. വ്യക്തമായി ആ വേരിൻ്റെ അടുക്കലാണ് ഞാൻ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം എന്നെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ തൊട്ടടുത്തൂടെ ഇവർ മാറിപ്പോകുന്നതൊക്കെ പല പ്രാവശ്യം റിപ്പീറ്റ്. ഞാൻ വിചാരിച്ചു ഈ അമ്പലത്തിന് പ്രദക്ഷിണം ചെയ്യുകയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്നേരം തന്നെ എനിക്ക് പോരാമായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ കാര്യം ഞാൻ അറിയുന്നില്ല. ഈ ടൈമിംഗ് വ്യത്യാസം എനിക്ക് കേദാറിലും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞതാണ്. അതായത് 7 മണിക്കൂർ, 7-8 മണിക്കൂർ, 10 മണിക്കൂറിനുള്ളിൽ അടുത്ത് വരും. 5 മണിക്ക് പോയാൽ 12 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് അവിടെ എത്തുള്ളൂ. അത് 2 മണിക്കൂറായിട്ട് കുറഞ്ഞു. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ പല ഭാഗത്തും വെച്ചും ഈ ടൈമിങ്ങിൻ്റെ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു ഫിക്സഡ് ടൈം, നമ്മുടെ എല്ലാം മൈൻഡ് ഒരേ താളത്തിൽ പോകുമ്പോൾ മാത്രമേ ഒരു ഫിക്സഡ് ടൈം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയുടെ ഫിക്സഡ് ടൈം പറയാൻ പറ്റില്ല. ഈ മൈൻഡിൻ്റെ താളത്തിൽ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ മൈൻഡിൻ്റെ താളത്തിലല്ല, ആ ക്ലോക്കിൻ്റെ താളത്തിലല്ല മരിച്ച ആൾക്ക് ആ ക്ലോക്കില്ല. മരിച്ച ആളിൻ്റെ ടൈം പോകുന്നു, പാസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെയും സംഭവിച്ച അതാണ്. ഞാൻ ആസ്ട്രൽ ലെവലിലാണ് അവിടെ ഇരുന്നത്, അത് ഞാൻ അറിയുന്നില്ല. ആസ്ട്രൽ ലെവലിലാണ്, അവർ ഫിസിക്കൽ ലെവലിലാണ് ഓടി നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആസ്ട്രൽ ലെവലിൽ 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഫിസിക്കൽ ലെവലിലേക്ക് 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ?
ഇപ്പം ആസ്ട്രൽ ലെവലും ഫിസിക്കൽ ലെവലും വരുമ്പോഴുള്ള വ്യത്യാസം അതാണ്. അങ്ങ് തന്നെ പറഞ്ഞു, ഇപ്പം ആസ്ട്രൽ ബോഡിയാണ് ഈ 5 കോശങ്ങൾ എന്ന് പറയുന്നത്. അല്ല, 5 ആസ്ട്രൽ ബോഡി 5 പറഞ്ഞു. അപ്പോൾ ഈ 5 കോശങ്ങൾ എങ്ങനെയാണ് അതൊരു ആസ്ട്രൽ ബോഡിയിലേക്ക് ചുരുങ്ങുന്നത്? ഈ 5 ആസ്ട്രൽ ബോഡിയുടെ പഞ്ചകോശങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഫിസിക്കൽ ബോഡിയുടെ സെയിം ലെവലിൽ തന്നെയാണ് തൊട്ടടുത്തുള്ള എല്ലാ ബോഡികളും നിൽക്കുന്നത്. എല്ലാം സെയിം ലെവലിലാണ്. ഒന്നിന് കീഴേ ഒന്നായിട്ടല്ല. മാത്രമല്ല, ഇതിന് പുറത്തിറങ്ങുമ്പോൾ ചില ബോഡികൾ ഇതിനെയൊക്കെ വലുതാകുകയും ചെയ്യും. പ്രാണമയകോശം പുറത്തിറങ്ങിയാൽ, എനിക്കിപ്പോൾ 6 അടി ഉണ്ടെങ്കിൽ പ്രാണമയകോശം പുറത്തിറങ്ങിയാൽ 8 അടിയായിട്ട് മാറും. വിജ്ഞാനമയകോശം ആരും പ്രത്യേകിച്ച് കണ്ടില്ല. വിജ്ഞാനം ആനന്ദം ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അത് ക്ലിയറായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആകെപ്പാടെ മെഷർ ചെയ്യുന്നത് അന്നമയകോശത്തെ മാത്രമാണ്. മറ്റതിന് പലതിനും പല ഹൈറ്റും, ചിലത് ചെറുതായിരിക്കും, ചില കോശങ്ങൾ ചെറുതായിരിക്കും, ചില കോശങ്ങൾ നമ്മളെക്കാൾ വലുതായിരിക്കും. ഈ പ്രാണമയകോശമൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ചിലർക്ക് സാധന ചെയ്തിട്ട് വലിയ ഗ്ലെയറായിട്ടൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അത് ആ പ്രാണമയകോശം വികസിക്കുന്നതാണ്. അല്ലെ മനോമയകോശം വികസിക്കുന്നു. മനോമയകോശം അങ്ങനെ വികസിക്കാറില്ല, പ്രാണമയകോശമാണ് കൂടുതലും വികസിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ശരീരമുണ്ട്, അതുപോലെ തന്നെ അകത്ത് ശരീരമുണ്ട്. ചിലപ്പോൾ നമ്മുടെ സെയിം ലെവലിൽ തന്നെ ശരീരമുണ്ട്. അങ്ങനെ 5 ശരീരമാണ് നമുക്കുള്ളത്. ഇതെല്ലാവർക്കും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും കാണാൻ കഴിയാത്തത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പ്രത്യേക സാധനയൊന്നും ചെയ്തിട്ടല്ല. ഇപ്പോൾ സാധനയൊക്കെ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഗുണമൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ജന്മന എന്തോ അങ്ങനെ ചില ഒരു പവർ കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ, മറ്റുള്ളവർക്കില്ലാത്തതുകൊണ്ട്. അത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ല, അത് ഞാൻ കണ്ടില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് അപ്പോൾ നമ്മൾ വേറെ ലെവലിലാണല്ലോ അപ്പോൾ കണ്ടത് എന്ന് മനസ്സിലാകുന്നത്. ചിലർക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വവ്വാലെന്ന് പറയുന്ന ജീവിക്ക് രാത്രിയിൽ കാണാൻ പറ്റുന്ന ഓബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ പറ്റില്ല. വവ്വാലിന് നമുക്ക് പകൽ കാണാൻ പറ്റുന്ന ഓബ്ജക്റ്റുകളെ വവ്വാൽ പകലിറങ്ങിയാൽ അതിന് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഓരോ തലത്തിൽ നിൽക്കുന്നവർക്ക് അവർ ആസ്പയർ ചെയ്യുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾവികൾക്ക് വ്യത്യാസമുണ്ട്. അത് അയാൾ ഏത് നിലയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഏത് നിലയിലാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അതിൻ്റെ അനുസരിച്ചാണ്. അതെല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. നമുക്കെല്ലാം ജനറലായിട്ട് കിട്ടുന്നത് ഫിസിക്കൽ ലെവൽ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. ഫിസിക്കൽ ലെവലെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ചിലരുടെ ഫിസിക്കൽ ലെവൽ ആയിരിക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞതാണ്, 1 2 3 പറഞ്ഞതാണ്. അമൃതാനന്ദമയി എനിക്ക് കാണാൻ പറ്റുന്നവരുടെ ഫിസിക്കൽ ബോഡി ഞാൻ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവരുടെ ആസ്ട്രൽ ബോഡി മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആസ്ട്രൽ ബോഡി മാത്രം കാണാൻ പറ്റുന്ന, വെറും സാധാരണക്കാരായിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരെ പോലും എനിക്ക് ഫിസിക്കൽ ബോഡി പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഫോട്ടോയൊക്കെ കാണുമ്പോഴാണ് ഈ ലെവലിലല്ലോ ഞാൻ കണ്ടത് എന്ന് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഏതാണ്? ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മറ്റേതോ ലെവലിലുള്ള ഒരു ബോഡിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിങ്ങനെ കുറേ പേരുണ്ട്. അതിപ്പോൾ എത്ര പേരെയാണ് എന്ന് ഞാൻ ഞാൻ പിന്നെ അതങ്ങ് കളയും. ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കൊന്നും ഒരു പിടിയും കിട്ടത്തുമില്ല, ചിന്തിച്ചാലും പിടി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ പുറകെ പോകാറില്ല.